എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സ്റ്റെബിൻസ് വ്ലോഗ്. നമ്മളിന്ന് യാത്ര പോകുന്നത് അർത്തിങ്കൽ ബസിലിക്കയിലേക്കാണ്. കേരളത്തിലെ മലയാളികൾക്ക് അർത്തിങ്കൽ പള്ളി അറിയാൻ പാടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അർത്തിങ്കൽ പള്ളിയുടെ വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലുള്ള ചേർത്തല താലൂക്കിലെ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ പ്രശസ്തമായ ഈ ദേവാലയം സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്നും അറിയപ്പെടുന്നു. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തന്മാർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സന്നിധിയിൽ വന്ന് നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്നു. ഇതും ഒരു പതിവ് കാഴ്ചയാണ്. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലായ മുത്തേഴത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. വ്യാവസായിക കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരും ഉണ്ടായിരുന്നു. പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദീസ അടക്കമുള്ള കൂദാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല. വാസ്കോഡഗാമയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മുത്തേടവും സന്ദർശിച്ചു. തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അർത്തുങ്കൽ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിൻ്റെ അനുവാദപ്രകാരം മതപ്രബോധനവും കൂദാശ നൽകലും ആരംഭിച്ചു. 1560 മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മുത്തേഴത്ത് രാജാവിൻ്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യമൊന്നും സമ്മതിച്ചില്ല. എന്നാൽ നിരന്തരം അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും ചെയ്തു. തടിയുടെ ആവശ്യങ്ങൾക്കായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. 1581 അർത്തുങ്കലിൽ വിശുദ്ധ അന്ത്രയോസിൻ്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണി കഴിപ്പിച്ച ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ദിനമായ നവംബർ 30 ഫാദർ ഗാസ്പർ പൈസായിരുന്നു ആദ്യത്തെ വികാരി. 1584 പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനേഷ്യോ പള്ളിയുടെ നവീകരണത്തിൽ താൽപ്പര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. ഫെനോഷ്യയെ സാധാരണക്കാരനായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു. ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്ത അച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു. വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത്. 1632 ഫാദർ ഫെനോഷ്യ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. പിന്നീട് 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരമായി പുനർനിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചത്. ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസിലിക്കയായി ഉയർത്തിയത്. പള്ളിയുടെ ദീർഘകാല ചരിത്രവും കണക്കിലെടുത്താണ് ബസിലിക്കയാക്കിയത്. കേരളത്തിലെ 7ാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും ബസിലിക്കയാണ് അർത്തുങ്കൽ. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി 27 സമാപിക്കുന്നത്. ഈ തിരുനാളിന് ആരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലായിൽ നിന്നുമാണ് എത്തിക്കുക, അതായത് ചേർത്തുങ്കൽ പള്ളിയിൽ നിന്നും. ഈ കൊടി ആദ്യം ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് അർത്തുങ്കലിലേക്ക് കൊണ്ടുപോകുന്ന വഴി തുമ്പോളി മാതാവിൻ്റെ പ്രാർത്ഥന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി
തുടർന്ന് ആഘോഷമായ പ്രദക്ഷിണത്തോടൊപ്പം അന്നേ ദിവസം വൈകിട്ട് അർത്തുങ്കൽ പള്ളിയിലെത്തിക്കും. ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗത്തിലുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നു. നമ്മൾ അർത്തുങ്കൽ പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നേരെ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോവും. അർത്തുങ്കൽ ഇവിടെ വരുന്ന ആളുകൾ ഒരിക്കലും ബീച്ചിൽ പോവാതെ എന്തായാലും പോവില്ല. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ബീച്ചിലേക്ക് പോകുന്നു. ഫുഡ് ചെറുതായിട്ട് കഴിച്ചു. ഇനി നേരെ ബീച്ചിൽ പോകുന്നു. അതിനുശേഷം നമ്മൾ തങ്കിപ്പള്ളിയിലേക്കാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ തങ്കിപ്പള്ളിയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം.